എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL 2026-ലെ 37-ാം മത്സരം ക്രിക്കറ്റ് ലോകത്ത് സമാനതകളില്ലാത്ത ഒരു കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ ഈ നിർണായക പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെട്ടെങ്കിലും ഏവരുടെയും ഹൃദയം കവർന്നത് ചെന്നൈ നായകൻ ഋതുരാജ് ഗേക്വാദിന്റെ അവിശ്വസനീയവും പോരാട്ടവീര്യവും നിറഞ്ഞ 74 റൺസിന്റെ ഇന്നിംഗ്സാണ്. എന്നാൽ മത്സരം ശേഷം ആ നായകന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയത് ആരാധകരെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തി. ചെന്നൈയെ വിജയതീരെ തണിക്കാൻ ആവതും ശ്രമിച്ചിട്ടും പരാജയം രുചിക്കേണ്ടി വന്ന ഗേക്വാദ് കടുത്ത വൈകാരിക സംഘർഷത്തിലായിരുന്നു. അവിടെ വെച്ച് ആരും പ്രതീക്ഷിക്കാത്ത ക്രിക്കറ്റ് ലോകത്തെയാകെ ഞെട്ടിച്ചൊരു പ്രഖ്യാപനം അദ്ദേഹം നടത്തി. ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നുള്ള തന്റെ പടിയിറക്കവും പുതിയ ക്യാപ്റ്റനെ നിയമിക്കണമെന്ന ആവശ്യവുമായിരുന്നു അത്. ഈ വാക്കുകൾ ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് കാട്ടുതീ പോലെ പടരുകയാണ്. മത്സരത്തിലേക്ക് കടന്നാൽ ഗുജറാത്ത് ടൈറ്റൻസ് ടോസ് നേടി ആദ്യം ബോളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ബാറ്റിംഗിനിറങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിന് തീർത്തും നിരാശാജനകമായ തുടക്കമാണ് ലഭിച്ചത്. സ്കോർ ബോർഡ് ചലിച്ചു തുടങ്ങും മുൻപേ വെറും 11 റൺസ് എടുത്ത സഞ്ജു സാംസൺ പുറത്തായി. വിക്കറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടിരുന്ന ആ പ്രതിസന്ധി ഘട്ടത്തിലാണ് ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദ് ടീമിന്റെ ഏക ആശ്രയമായി അവതരിച്ചത്. ഒരറ്റത്ത് വിക്കറ്റുകൾ വീഴുമ്പോഴും മറുവശത്ത് അദ്ദേഹം ഒരു വൻമതിൽ പോലെ ഉറച്ചുനിന്നു. 60 പന്തുകൾ നേരിട്ട ഗേക്വാദ് 6 മനോഹരമായ ബൗണ്ടറികളും 4 പടുകൂറ്റൻ സിക്സറുകളും സഹിതം 74 റൺസുമായി പുറത്താകാതെ നിന്നു. എന്നാൽ നിർഭാഗ്യവശാൽ സഹതാരങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് യാതൊരു പിന്തുണയും ലഭിച്ചില്ല. ഉർവിൽ പട്ടേൽ വെറും 4 റൺസെടുത്തും സർഫറാസ് ഖാൻ അക്കൗണ്ട് തുറക്കാതെയും മടങ്ങി. ഡിവോൾഡ് ബ്രെവിസിനാകട്ടെ 2 റൺസ് മാത്രമേ നേടാനായുള്ളൂ. മുൻനിര തകർന്നടിഞ്ഞപ്പോൾ മധ്യനിരയിൽ 22 റൺസെടുത്ത ശിവം ദൂബെയും 15 റൺസ് കൂട്ടിച്ചേർത്ത കാർത്തിക് ശർമ്മയും മാത്രമാണ് അല്പമെങ്കിലും പൊരുതി നോക്കിയത്. വിക്കറ്റുകൾ തുടർച്ചയായി നഷ്ടപ്പെട്ടതോടെ ചെന്നൈയുടെ കുതിപ്പിന് കടിഞ്ഞാൺ വീണു. നിശ്ചിത 20 ഓവറിൽ 7-ന് 258 എന്ന ശരാശരി സ്കോറിൽ ചെന്നൈയുടെ ഇന്നിംഗ്സ് അവസാനിച്ചു. മറുപടി ബാറ്റിംഗിൽ പവർ പ്ലേയിലും മധ്യ ഓവറുകളിലും ഗുജറാത്ത് പൂർണ്ണമായും മത്സരം തങ്ങളുടെ വരുതിയിലാക്കി. 9 ഓവറിൽ തന്നെ അവർ 75-1 എന്ന നിലയിലെത്തി. ഈ ലക്ഷ്യം അവർ അനായാസം മറികടക്കുമെന്ന് ഉറപ്പിച്ചു. അങ്ങനെ വെറും 16.4 ഓവറിൽ തന്നെ ഗുജറാത്ത് മത്സരം വിജയിച്ചു. വിക്കറ്റ് വീഴ്ത്താൻ ചെന്നൈ ബോളർമാർ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും ഗുജറാത്തിന്റെ കുതിപ്പിനു മുന്നിൽ അവർ കടിപതറി. മത്സരം അവസാനിച്ചപ്പോൾ ഗുജറാത്ത് ക്യാമ്പിൽ വിജയത്തിന്റെ ആഘോഷങ്ങൾ അലയടിച്ചപ്പോൾ ചെന്നൈ ക്യാമ്പിൽ നിശബ്ദതയും നിരാശയും തളം കെട്ടിനിന്നു. തോൽവിയുടെ ഭാരം മുഴുവൻ ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാദിന്റെ മുഖത്ത് പ്രകടമായിരുന്നു. പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ വിതുമ്പലോടെ അദ്ദേഹം തന്റെ ഹൃദയം തുറന്നു. അതിങ്ങനെയായിരുന്നു: ഇന്ന് ഞങ്ങളുടെ ദിവസമായിരുന്നില്ല. ബാറ്റിംഗിലും ബോളിംഗിലും ഞങ്ങൾ പരാജയപ്പെട്ടു. ഞാൻ ടീമിനെ ഒരു മികച്ച സ്കോറിലെത്തിക്കാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ ക്രിക്കറ്റ് ഒരു ടീം ഗെയിമാണ്. ഒരറ്റത്ത് മികച്ച കൂട്ടുകെട്ടുകളില്ലാതെ വലിയ സ്കോറുകൾ കണ്ടെത്താനാവില്ല. എന്നാൽ ഏവരെയും ഞെട്ടിച്ചത് അദ്ദേഹം തുടർന്നു പറഞ്ഞ വാക്കുകളായിരുന്നു. തൊണ്ടയിടറിക്കൊണ്ട് കടുത്ത നിരാശയോടെ ഗേക്വാദ് പറഞ്ഞു: ഇന്ന് മൈതാനത്ത് എനിക്ക് ഏറ്റവും വലിയൊരു കുറവ് അനുഭവപ്പെട്ടു. അത് മഹേന്ദ്ര സിംഗ് ധോണി ഭായിയുടെ അനാസാന്നിധ്യമാണ്. അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി, ആ ശാന്തമായ മനസ്സ്, പരിചയസമ്പത്ത്, അതൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഈ ടീമിനെ താങ്ങി നിർത്തിയിട്ടുള്ളതാണ്. സത്യം പറഞ്ഞാൽ ക്യാപ്റ്റൻസി എന്ന ഈ വലിയ ഉത്തരവാദിത്വം എന്നെ മാനസികമായി വല്ലാതെ തളർത്തിയിരിക്കുന്നു. ഞാൻ ശരിക്കും ക്ഷീണിതനാണ്. ഈ ഭാരം ഇനിയും ചുമക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും ഞാൻ പടിയിറങ്ങുകയാണ്. ഈ ഉത്തരവാദിത്വം മറ്റൊരാൾക്ക് കൈമാറാൻ ഇതിലും കൃത്യമായൊരു സമയമില്ല. ഒരു നിമിഷം നിർത്തിയ ശേഷം തന്റെ പിൻഗാമിയായി ആര് വരണമെന്നതിനെക്കുറിച്ചും അദ്ദേഹം മനസ്സു തുറന്നു. ഇനി മുതൽ സഞ്ജു സാംസൺ ആയിരിക്കണം ഈ ടീമിനെ നയിക്കേണ്ടത് എന്നാണ് എന്റെ ആഗ്രഹം. അപാരമായ കഴിവും പരിചയസമ്പത്തുമുള്ള താരമാണ് സഞ്ജു. എനിക്ക് പകരം സഞ്ജു ക്യാപ്റ്റനായി വന്നാൽ ഈ തകർച്ചകളിൽ നിന്ന് കരകയറാൻ ടീമിന് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. ഗേക്വാദിന്റെ ഈ പ്രഖ്യാപനം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു ഭൂകമ്പം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ക്യാപ്റ്റൻ സ്ഥാനത്ത് സഞ്ജു സാംസൺ എത്തുന്നതോടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തലവര മാറുമോ? പ്ലേ ഓഫിലേക്കുള്ള വാതിൽ അവർക്ക് മുന്നിൽ തുറന്നുവിടുമോ? വരും ദിവസങ്ങളിൽ ചെന്നൈ ക്യാമ്പിൽ നടക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങൾക്കായി ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ് മുഴുവൻ ക്രിക്കറ്റ് ലോകവും. എന്തായാലും IPL ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു അധ്യായത്തിനാണ് ഈ 37-ാം മത്സരം സാക്ഷ്യം വഹിച്ചത്. ഒരു വശത്ത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ തകർപ്പൻ തിരിച്ചുവരവിന്റെ ആഘോഷമാലയടിക്കുമ്പോൾ മറുവശത്ത് ചെന്നൈ ക്യാമ്പിൽ ഒരു വൈകാരിക അഗ്നിപർവ്വതം തന്നെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. ഋതുരാജ് ഗേക്വാദിന്റെ ആ കണ്ണീരും MS ധോണിക്കായുള്ള ആ വികാരഭരിതമായ വിളിയും ഏതൊരു ക്രിക്കറ്റ് ആരാധകന്റെയും ഹൃദയം നുറുക്കുന്നതായിരുന്നു. എന്നാൽ അതിനെല്ലാം അപ്പുറം സഞ്ജു സാംസൺ എന്ന മലയാളി താരത്തിന്റെ കൈകളിലേക്ക് ചെന്നൈയുടെ നായകസ്ഥാനം വെച്ചുനീട്ടിയ ആ അപ്രതീക്ഷിത പ്രഖ്യാപനം വരും നാളുകളിൽ ഒരു വൻ കൊടുങ്കാറ്റായി മാറുമെന്നുറപ്പാണ്.
നമുക്ക് കാത്തിരിക്കാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാനായി. നിങ്ങളുടെ അഭിപ്രായത്തിൽ സഞ്ജു സാംസന്റെ കൈകളിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാവി സുരക്ഷിതമാകുമോ? മഹേന്ദ്ര സിംഗ് ധോണി എന്ന ഇതിഹാസത്തിന്റെ നിഴൽ വീണുകിടക്കുന്ന ആ ഡ്രസ്സിംഗ് റൂമിൽ, ആ മഞ്ഞക്കുപ്പായത്തിൽ സഞ്ജു ഒരു പുതിയ ചരിത്രം രചിക്കുമോ? അതോ ഈ അപ്രതീക്ഷിത മാറ്റങ്ങൾ ചെന്നൈയെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് തള്ളിവിടുമോ? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.